Fine crafted traditional collections. Siren 3 by Chungat Jewelry. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. അങ്കമാലി നഗരത്തിൽ പുതിയ കെട്ടിടങ്ങൾ നിരവധി ഉയർന്നു വരുന്നുണ്ട്. അതേസമയം നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന പഴയ കെട്ടിടങ്ങൾ ഉയർത്തുന്ന അപകട ഭീഷണി ആരും കാണുന്നുമില്ല. നഗരസഭയുടെ തന്നെ സ്വന്തം കെട്ടിടങ്ങളും സ്വകാര്യ കെട്ടിടങ്ങളുമെല്ലാം ഇക്കൂട്ടത്തിൽ പെടുന്നു. ദേശീയപാതയോരത്തെ പഴയ നഗരസഭാ ഓഫീസ് കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പ്രസിദ്ധമാണ്. ദേശീയപാതയിൽ നിന്ന് അല്പം നീങ്ങിയാണ് കെട്ടിടം നിൽക്കുന്നത് എന്നതിനാൽ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് വലിയ ഭീഷണിയില്ല. പക്ഷേ കെട്ടിടത്തിന്റെ താഴെ വാഹനം പാർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. വണ്ടി എടുക്കാൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ട സമയത്തെ അവസ്ഥ പോലെ ആയിരിക്കില്ല. നഗരസഭയുടെ കെട്ടിടത്തിന്റെ മുകൾ നിലകൾ അത്രയ്ക്ക് പരിതാപകരമാണ്. തൂണുകളെല്ലാം വിണ്ടുകീറി തകർന്ന നിലയിലാണ് എന്നതിനാൽ താഴെ കൂടി നടന്നു പോകുന്നവരും ജാഗ്രത പുലർത്തണം. സെൻട്രൽ ജംഗ്ഷനിൽ നഗരസഭയുടെ തന്നെ സ്വാഗത ടൂറിസ്റ്റ് ഹോം ബിൽഡിംഗും ശോചനീയ അവസ്ഥയിലാണ്. ഭിത്തികൾ പലയിടങ്ങളിലും വിണ്ടുകീറിയിട്ടുണ്ട്. ഈ വിള്ളലുകൾക്കിടയിൽ മരങ്ങൾ വളർന്നു നിൽക്കുന്നു. വിണ്ടുകീറിയ ഭാഗങ്ങൾ അടർന്നു വീണാൽ അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. ദേശീയപാതയോരത്തുകൂടെ നടന്നു പോകുന്നവർക്കും താഴെ പാർക്ക് ചെയ്യുന്ന ഓട്ടോറിക്ഷകൾക്കും സ്വാഗത ടൂറിസ്റ്റ് ഹോം ബിൽഡിംഗിന്റെ ശോചനീയ അവസ്ഥ ഭീഷണിയാണ്. ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ മാത്രമല്ല, അങ്കമാലി TB ജംഗ്ഷനിലെ ജിജോ സെന്റർ ബിൽഡിംഗിനടിയിലൂടെ നടന്നു പോകുന്നവരും തലയിൽ ഹെൽമറ്റ് വയ്ക്കുന്നത് നന്നായിരിക്കും. റോഡിനോട് ചേർന്ന് നിൽക്കുന്ന കെട്ടിടത്തിന്റെ മുകൾ ഭാഗമെല്ലാം അടർന്നു നിൽക്കുകയാണ്. ഇടയ്ക്കിടെ മുകളിൽ നിന്ന് താഴേക്ക് കല്ലുമഴ പെയ്യുന്നതും കാണാം. കഴിഞ്ഞ ദിവസം ഇതുവഴി നടന്നു പോവുകയായിരുന്ന സ്ത്രീക്ക് നേരെ കല്ല് പറന്നു വന്നു. ഇവർ കുട ചൂടിയിരുന്നതിനാൽ തലയ്ക്ക് കേടുപറ്റിയില്ല. ജിജോ സെന്റർ ബിൽഡിംഗിന്റെ ശോചനീയാവസ്ഥ നഗരസഭ പൊതുമരാമത്ത് വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. അടുത്തിടെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്ക് എതിർവശത്തുള്ള ഡെൽറ്റ സെന്റർ ബിൽഡിംഗിന്റെ മുകൾ ഭാഗം താഴെ പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് അടർന്നു വീണിരുന്നു. വാഹനത്തിൽ ആരും ഉണ്ടാകാതിരുന്നതിനാൽ ആളപായമുണ്ടായില്ല. സെൻട്രൽ ജംഗ്ഷനിൽ നവ്യ ബേക്കറി ഷോപ്പിന് മുൻപിൽ അശ്രദ്ധമായി പണിതുവച്ച ചാർത്ത് ഇടിഞ്ഞു വീണും അപകടമുണ്ടായി. നിയമങ്ങൾ കാറ്റിൽ പറത്തി അനധികൃത നിർമ്മിതികൾ ഉയർന്നു വരുമ്പോൾ നഗരസഭയ്ക്ക് നികുതി ഇനത്തിലും ഭരണസമിതിക്ക് കൈക്കൂലി ഇനത്തിലും വരുമാനമുണ്ടായേക്കാം. അതോടൊപ്പം ഇടിഞ്ഞു വീഴാറായ നഗരസഭയുടേത് അടക്കമുള്ള പഴയ കെട്ടിടങ്ങളുടെ കാര്യത്തിലും എന്തെങ്കിലും നടപടി ഉണ്ടായില്ലെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.